ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ബാംഗ്ലൂരിൽ പോയിട്ട് BSc നഴ്സിംഗ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. നമുക്കറിയാം, നഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ വരുന്ന ഒരു ഫീൽഡാണ്. സോ കുട്ടികൾ കൂടുതലും ഇപ്പോൾ ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡും കൂടിയാണ് BSc നഴ്സിംഗ്. നമ്മുടെ കേരളത്തിൽ തന്നെ +2 കഴിഞ്ഞിട്ട് BSc നഴ്സിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എന്നാൽ ഇത്രയും സ്റ്റുഡൻസിനായിട്ടുള്ള സീറ്റ്സ് BSc നഴ്സിംഗ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല. സോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ തൊട്ട് അടുത്തായിട്ടുള്ള സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലത്തൊക്കെ നഴ്സിംഗിനായിട്ടുള്ള അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളത്. കർണാടക പോലുള്ളൊരു സ്റ്റേറ്റിലാണെങ്കിൽ കേരളത്തിനെക്കാട്ടും 4 ഇരട്ടി സീറ്റുകളാണ് BSc നഴ്സിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത്. കുറേ അധികം മെഡിക്കൽ കോളേജുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഉള്ള നിറഞ്ഞിട്ടുള്ളൊരു സിറ്റിയാണ് നമ്മുടെ ബാംഗ്ലൂർ. സോ ബാംഗ്ലൂർ പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ ലാബ് വർക്ക്, പ്രാക്ടിക്കൽ നോളജ്, ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. നമ്മൾ ഈ ഒരു മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്, ഇപ്പോൾ നഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവർക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജസ് ഉണ്ടോ, അതോ അവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടോ, അതോ ഇനി ഏതെങ്കിലും ലീഡിങ് ഹോസ്പിറ്റൽസുമായിട്ട് അവർ പാർട്ട്നേർഡ് ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ്, അത്തരത്തിലുള്ള ലാബ് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് INC, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെയും അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഈ ഒരു 2 INCൻ്റെയും കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുവരുത്താം അവർ നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡ് വെച്ച് മീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിലും അത്രയും ബെസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടാവുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കർണാടകത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, ഇവരുടെ അണ്ടറിൽ വരുന്നതാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഇവിടെ നമുക്ക് നഴ്സിംഗ് എടുക്കാം, അല്ലെങ്കിൽ ഇവരുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് യൂണിവേഴ്സിറ്റീസിലും നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു BSc നഴ്സിംഗിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലോ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലോ നമുക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു എൻട്രൻസ് ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, മെറിറ്റിലായിരിക്കും നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം അഡ്മിഷൻ കിട്ടാം. സോ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലും അവരുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും KCET എക്സാം എഴുതിയിട്ടുണ്ടാവണം. KCETക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അവസാനിച്ച സ്ഥിതിക്ക് അപ്ലൈ ചെയ്യാത്ത സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവും, സോ ഇനി നമുക്ക് കർണാടകയിൽ പോയി പഠിക്കാൻ പറ്റില്ലേ, നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് BSc നഴ്സിംഗ് എടുക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. സോ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ടില്ലെങ്കിൽ അത് ആലോചിച്ചിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കർണാടകയിൽ ഈവൻ ബാംഗ്ലൂരിൽ തന്നെ കുറേ അധികം ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലെല്ലാം തന്നെ ചില യൂണിവേഴ്സിറ്റീസിൽ അവർക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജസ് ഉണ്ട്, ഈവൻ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഉള്ള കോളേജസ് ഉണ്ട്, ആൻഡ് ലീഡിങ് ഹോസ്പിറ്റൽസുമായിട്ട് പാർട്ട്നർഡ് ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. സോ ഇത്തരം കോളേജസിലൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് KCETന്റെ ആവശ്യം വരുന്നില്ല. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് അല്ലാത്ത യൂണിവേഴ്സിറ്റീസ് ആയതുകൊണ്ട് തന്നെ KCETക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിലും നമുക്ക് ഈ യൂണിവേഴ്സിറ്റീസിൽ ഡയറക്റ്റ് അഡ്മിഷൻ വഴി BSc നഴ്സിംഗിൽ ജോയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഒരു യൂണിവേഴ്സിറ്റീസിലെല്ലാം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവർക്ക് നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രാക്ടിക്കൽ എക്സ്പോഷർ തരാൻ പറ്റുന്നുണ്ടോ, മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽ, ഇത്തരം കാര്യങ്ങളിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സോ ഈ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അനാറ്റമി, ഫിസിയോളജി, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പോലുള്ള ഒരുപാട് എസെൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് എന്തായാലും ആവശ്യമാണ്. സോ BSc നഴ്സിംഗ് പോലുള്ളൊരു പ്രോഗ്രാം എടുക്കുമ്പോൾ തിയറിറ്റിക്കൽ നോളജിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ നോളജും ബാലൻസ്ഡ് ആയിട്ട് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേണം നമ്മൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ബാംഗ്ലൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നമ്മൾ BSc നഴ്സിംഗ് എടുക്കാനായിട്ട്.
ആൻഡ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തരുന്നുണ്ടോ എന്നുള്ളത്. ഇന്റേൺഷിപ്സ് ഒക്കെ നമ്മൾ ജോബിന് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ഫീൽഡാണ്. കാരണം നമുക്കൊരു പ്രാക്ടിക്കൽ നോളജ്, റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ നേരിട്ട് പോയിട്ട് അന്വേഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ പാസ് ഔട്ട് ആയിട്ട് പോയിട്ടുള്ള സീനിയേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരും. അപ്പോൾ എല്ലാ ടൈമിലും ഇക്കാര്യങ്ങളൊന്നും പോസിബിൾ ആയിരിക്കണം എന്നില്ല. സോ നിങ്ങൾക്ക് നല്ലൊരു ബാംഗ്ലൂരിലെ തന്നെ നല്ലൊരു കോളേജിൽ BSc നഴ്സിംഗ് എടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചൂസ് ചെയ്ത് തരും. സോ ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് അഡ്മിഷൻ അസിസ്റ്റൻസ് കോൺടാക്ട്